ഹായ് ഡിയേഴ്സ്, ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ധ്യ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒരു വെറൈറ്റി ഐറ്റമാണ്, ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരേ രീതിയിലുള്ള മുട്ടക്കറി കഴിച്ച് മടുത്തുവെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത്ര ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഈ മുട്ട പുഴുങ്ങുന്ന നേരത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സവോള കട്ട് ചെയ്യുമ്പോൾ ഇരുപുറവും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നെടുകെ പിളർന്ന് തോലെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ സവോളയൊക്കെ കട്ട് ചെയ്യുന്ന നേരത്ത് ചില നേരത്ത് തോല് പൊളിക്കാൻ വളരെ പ്രയാസമാണ് അല്ലേ. അത് തോലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോല് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താ, ഒരു സവോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നീളത്തിൽ കട്ട് ചെയ്യാം. ഒരുപാട് നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതിയാകും. നമ്മളിത് അരിയുന്ന ടൈമിൽ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുന്ന നേരത്ത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് നീറുകയില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു 1/4 മുറി തേങ്ങ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങ വേണ്ട, അരമുറിയില്ലത് ഒരു 1/4 മുറി മാത്രമേ ഉള്ളൂ. ഒരു സവോളയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടണം, അത്രേ ഉള്ളൂ. ഈ സവോള ഒന്ന് കളറൊക്കെ ഒന്ന് പെട്ടെന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ എത്രയാണോ വെളിച്ചെണ്ണ അത്ര മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ സവോളയ്ക്ക് പകരം ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ്. എൻ്റെ കയ്യിലിപ്പോൾ ചുമന്നുള്ളി ഇല്ല, ഈ സവോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചുമന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. വളരെ നല്ല ടേസ്റ്റാണ്. വേറൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. സവോളയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ നിറമാകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് നമ്മളുടെ ചിരികി വെച്ചിരുന്ന തേങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ മാത്രം മതിയാകും കേട്ടോ, ഒരുപാട് തേങ്ങ ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് ബ്രൗൺ നിറമാകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായാൽ മാത്രം മതിയാകും. അപ്പം നമുക്ക് ഒരു സ്പൂണ് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. പെരിഞ്ജീരകമൊക്കെ ചേർക്കുമ്പോൾ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ മസാലാസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പട്ട, ഗ്രാമ്പൂ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ഈ പെരിഞ്ജീരകം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ്. ഈ പെരിഞ്ജീരകം മാത്രം ഉപയോഗിക്കുമ്പോൾ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല ഒന്ന് ഒരു കളർ ചേഞ്ച് ആവണം, ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് ആയി വരണം. ഏകദേശം ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ നിറമാകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാൽ മാത്രം മതിയാകും. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ ഇത്ര പരുവമായാൽ മാത്രം മതിയാകും കേട്ടോ. ഒരുപാട് കളർ ആവേണ്ട കാര്യമില്ല. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മുളക് പൊടിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കൂടി ഒന്ന് പച്ചമണമൊന്ന് മാറി കിട്ടണം. നല്ല ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ എന്താ, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു ചട്ടി എടുക്കുക. അതൊന്ന് ചൂടായിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പെല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ വെള്ളം അതിനനുസരിച്ചിട്ട്, എത്രയാണോ ഗ്രേവി അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ടവർക്ക് ഈ ഒരു പരുവം മതിയാകും. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊരു തക്കാളി എടുക്കണം. ഒരു തക്കാളിയും 2-3 പച്ചമുളകും എടുക്കണം. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. മുളക് പൊടിക്ക് അധികം എരിവുള്ള മുളക് പൊടിയല്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം. ഞാനൊരു തക്കാളിയും 2-3 പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കറിയെല്ലാം നല്ല ഒന്ന് തിളച്ച് വരണം. നല്ല തിളച്ച് വന്ന് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഒന്ന് തിളച്ച് വരണം. കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പുഴുങ്ങി വെച്ചിരുന്ന മുട്ട അത് വരഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട വരഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ മസാലാസൊക്കെ അതിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മുട്ടയെല്ലാം ഇട്ടിട്ട് നല്ല ഒരു 5 മിനിറ്റ് കൂടി നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി. വളരെ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. നമ്മളെന്നും ഒരേപോലെയുള്ള മുട്ടക്കറികളൊക്കെ വെച്ച് മടുത്തുവെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റം എന്നുള്ള രീതിയിൽ ഇത് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചപ്പാത്തിയോ ചോറോ അപ്പം പുട്ട് എല്ലാത്തിൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.